ജില്ലയിലേക്കാണ്. പത്തനംതിട്ടയിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. പക്ഷേ അവിടെ 5 LDFന് ഉജ്ജ്വല വിജയം ഉണ്ടായിട്ടുണ്ട്. ചില പഞ്ചായത്തുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ UDFനൊരു മേൽക്കൈ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും LDFന് അത്രയധികം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിൽ പാർട്ടിയുടെ കാര്യത്തിൽ പാർട്ടി തീർന്നുപോയി എന്ന് പറയുന്ന അഭിപ്രായത്തോട് നിൽക്കാത്തൊരു ജില്ലയായി പത്തനംതിട്ടയെ കാണേണ്ടി വരും എന്നുള്ളതാണ്. അവിടുത്തെ ഭരണം അത് എന്തൊക്കെ വിഷയങ്ങൾ ബാധിച്ചിട്ടുണ്ട് വോട്ടർമാരെ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശബരിമല വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എത്ര വലിയ തിരിച്ചടിയല്ല LDFന് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്കിൽ പോലും UDFന് അവരുടെ പഴയ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കാനും ഒപ്പം തന്നെ അവരുടെ നില മെച്ചപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലും എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, പത്തനംതിട്ട ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു തരംഗത്തിനൊപ്പം നിർത്തുമ്പോൾ അതിനെ UDFന് വലിയ ഉയർച്ചയും LDFന് വലിയ താഴ്ചയും എന്ന രീതിയിൽ തന്നെ പറയാൻ സാധിക്കുമോ? എവിടെയൊക്കെയാണ് കൂടുതൽ മെച്ചപ്പെട്ടതിലേക്ക് UDFന് എത്താൻ സാധിച്ചിരിക്കുന്നത്, വലിയ വീഴ്ചയിലേക്ക് LDF പോയിരിക്കുന്നത്? ശിഥിലമാണ് എന്ന് ഇടതുപക്ഷം BJPയും കരുതിയിരുന്ന UDF മുന്നണിയാണ് പത്തനംതിട്ട ജില്ലയിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നേടിയത്. ഗ്രാമപഞ്ചായത്തുകൾ എടുത്താലും ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുത്താലും ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താലും മുനിസിപ്പാലിറ്റികൾ എടുത്താലും UDFന്റെ മേധാവിത്വമാണ് ജില്ലയിൽ ഉണ്ടായത്. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ 53 ഗ്രാമപഞ്ചായത്തുകൾ 34 UDF ആണ് ഭരണം നേടിയിരിക്കുന്നത്. 11 മാത്രമാണ് LDFന് ഭരണത്തിലേക്ക് എത്താനുള്ള ഭൂരിപക്ഷം തികയ്ക്കാനായിട്ടുള്ളത്. 4 BJPയും സീറ്റുകൾ നേടിയിട്ടുണ്ട്. 4 ഗ്രാമപഞ്ചായത്തുകളിലാണ്. അത് ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംഖ്യയിലേക്ക് BJPക്ക് എത്തിക്കാനായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകൾ കണക്കെടുത്താൽ ആകെ 8 ബ്ലോക്ക് പഞ്ചായത്തുള്ളതിൽ 7 UDFനാണ് ഭരണം നേടാൻ ആവശ്യമായ സീറ്റുകൾ ലഭിച്ചിട്ടുള്ളത്. കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ UDFും LDFും സമനില വന്നതിനാൽ ഇനി അത് നറുക്കെടുപ്പോ അതല്ലെങ്കിൽ ടോസോ പോലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാത്രമായിരിക്കും ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ 15-2 ആണ് സീറ്റ് നില. അതായത് 15 സീറ്റുകളിൽ ലീഡ് നേടിയിരിക്കുന്നത് UDFും 2 സീറ്റുകളിൽ മാത്രമാണ് LDFന് ലീഡ് നേടാനായിട്ടുള്ളത്. മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്താൽ ആകെ 4 മുനിസിപ്പാലിറ്റികൾ ജില്ലയിലുള്ളതിൽ അതിൽ 3 UDF ആണ് ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 1 മാത്രമാണത് പന്തളം മുനിസിപ്പാലിറ്റിയിലാണ്. ജില്ലയിൽ LDFന് ആകെ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിജയം എന്ന് പറയുന്നത് BJP ഭരിച്ചിരുന്ന പന്തളം മുനിസിപ്പാലിറ്റി LDFനെ തിരിച്ചു പിടിക്കാനായി എന്നത് മാത്രമാണ്. ഇതാണ് ജില്ലയിലെ പൊതുചിത്രം. ഏറ്റവും വാശിയേറിയ ത്രികോണ പോരാട്ടം നടന്ന പന്തളം നഗരസഭയിൽ അതിവാശിയേറിയ മത്സരത്തിലൂടെ തന്നെയാണ് LDF ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്.